ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നും കാണാതെ പോയ ഷഹലജ ഷെറിൻ എന്ന് പറയുന്ന ആളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2-3 വീഡിയോ ചെയ്തിരുന്നു. ആ സഹോദരിയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭർത്താവായ പ്രവാസി ജെയ്സൽ സംസാരിക്കുന്നതടക്കമുള്ള ഒരുപാട് വീഡിയോകളുമായി നമ്മൾ ഇതിൻ്റെ മുന്നേ വന്നതാണ്. ഏതായാലും സത്യസന്ധമായ ഒരു വിവരം വരുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത ചെയ്യാതിരുന്നതാണ്. ഇതിൻ്റെ മുന്നേ പല യൂട്യൂബ് ചാനലുകാരും അവരെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകളും അതുപോലെ തന്നെ ചില വ്യാജ സ്ക്രീൻഷോട്ടുകളടക്കം അതുപോലെ തന്നെ ചില വ്യാജ CCTV ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ചാനലിൻ്റെ ഒരു വിശ്വാസ്യതയെ ഓർത്തിട്ട് നമ്മൾ അതൊന്നും ഇതുവരെ റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. നമ്മളിതുവരെ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് 8 മണിയോടുകൂടി വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് മുഹമ്മദ് റാഫി എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പുകാരനോടൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഷൈലജയെയും മകനെയും അടക്കം 3 പേരെയും ഇപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലത്തോടുകൂടി ഏതായാലും കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള സന്തോഷകരമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ സന്തോഷകരമായ വിവരം തന്നെയാണ്. കാരണം ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രവാസികളോടുള്ള സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ ജെയ്സലിൻ്റെ ആ വൈകാരികമായ അഭിപ്രായ പ്രകടനം, എനിക്ക് എൻ്റെ മകനെ വേണമെന്നുള്ള ആ ഒരു വാർത്ത ഏതായാലും ഈ ലോകം തീർത്തും കണ്ടത് തന്നെയാണ്. ഒരുപാട് പ്രവാസികൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാം നമ്മൾ നന്ദി പറയുകയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട വീഡിയോകൾ കണ്ടിട്ട് തന്നെയാണ് ഇവരെ മനസ്സിലാക്കിയതിന് ശേഷം പോലീസിനെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കണ്ട ആൾക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇവരെയും കൊണ്ട് ബാലുശ്ശേരിയിലേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ രാവിലത്തോടു കൂടി ഈ ഒരു പ്രശ്നത്തിന് ഒരു ക്ലൈമാക്സ് ഉണ്ടാവുമെന്ന കാര്യം നമുക്ക് ഏതായാലും ചിന്തിക്കാം. ഏതായാലും കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഏതായാലും ഷഹലജ എനിക്ക് മുഹമ്മദ് റാഫിയോടൊപ്പം ആണ് താമസിക്കാനും അതുപോലെ തന്നെ ജീവിതം ചെലവഴിക്കാനും താല്പര്യമെന്ന് പ്രകടിപ്പിക്കുകയും അതുപോലെ അവരൊപ്പം വിടുകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഇനി കുട്ടിയുടെ കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. മുഹമ്മദ് റാഫിക്ക് ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ 3 മക്കളുണ്ട്. ഒരു 9 വയസ്സുള്ള കുട്ടി, അതുപോലെ തന്നെ ഒരു 7 വയസ്സുള്ള കുട്ടി, 3ാമത്തെ കുട്ടിക്ക് 6 മാസമാണ് പ്രായം. ഈ 3 പേരെയും വഞ്ചിച്ചിട്ടാണ് മുഹമ്മദ് റാഫി ഏതായാലും ഇപ്പോൾ ഷഹല എന്ന് പറയുന്ന ഈ ഒരു 28 വയസ്സുള്ള പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ഏതായാലും മിസ്സിംഗ് കേസ് ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് കോടതി നടപടികൾക്ക് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കൂ. പല കേസുകളിലായിട്ട് അമ്മമാരുടെ ഒപ്പം കുട്ടികളെ വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ജെയ്സലിൻ്റെ പ്രാർത്ഥന പടച്ചവൻ കേൾക്കുമോ, അദ്ദേഹത്തിൻ്റെ കൂടെ കോടതി കുട്ടിയെ വിട്ടയക്കുമോ എന്നൊക്കെ നമുക്ക് നാളെ കോടതിയുടെ വിധിക്ക് ശേഷം മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളുടെ ഇതിന് മുന്നേ നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയെ നഷ്ടപ്പെട്ട് 8 വർഷത്തിന് ശേഷം കുട്ടിയെ കൂടി നഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങളും അദ്ദേഹം നേരിട്ടു. അവസാനമായി ആത്യന്തികമായിട്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ഏതായാലും ജെയ്സലിന് കുട്ടിയെ വിട്ടുകിട്ടുമോ, അദ്ദേഹത്തിൻ്റെ മനപ്രയാസങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഷഹല ഷെറിൻ എന്ന് പറയുന്ന ഈ സഹോദരി അവരുടെ വീട്ടിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു സുഹൃത്തിൻ്റെ വോയിസ് റെക്കോർഡ് അടക്കം നമ്മൾ ചെയ്തിരുന്നു. അതൊക്കെ ഉണ്ടാവാം. അവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സഹോദരിക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനുള്ള ഒരു മറുമരുന്നായിട്ട് ഈ ഒളിച്ചോട്ടത്തെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നല്ല, കേരളത്തിൽ ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്ന് വ്യസനപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. കാരണം എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന 100 കണക്കിന് കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു സഹോദരിയെ തെറി പറയുന്നതാണ് ഞാൻ കണ്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞതുപോലെ 2 കുടുംബങ്ങളെ ഇവർ അനാഥമാക്കി എന്നുള്ളതാണ്. ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാമായിരുന്നു സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടാത്ത സ്നേഹം അവിടെ നിന്ന് കിട്ടിയത് കൊണ്ടാണ് സഹോദരി ഒളിച്ചോടി പോയത് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് എന്ന്. പക്ഷേ അതൊരിക്കലും ഞാൻ അടിവരട്ട് പറയുകയാണ്. കാരണം 3 മക്കളുള്ള ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് വരുന്ന ആളിൽ നിന്ന് എന്ത് കിട്ടുമെന്നാണ് ഈ ഷഹല പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. നാളെ എന്തുകൊണ്ട് ഷഹലയെ ഒഴിവാക്കിയിട്ട് മറ്റൊരുത്തിയുടെ കൂടെ അദ്ദേഹം പോയില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ഇന്ന് ഒരു ഭാര്യയെയും 3 മക്കളെയും വേണ്ട എന്ന് പറഞ്ഞ് അതേ നാവ് കൊണ്ട് നാളെ തിരിച്ചു പറയാനുള്ള സാധ്യത 90% കൂടുതലാണ് എന്ന് ഈ സഹോദരി ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടുന്ന് കിട്ടാത്ത എന്തോന്ന് അവിടുന്ന് കിട്ടിയത് കൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒന്നും നാളെ ഇനി പോകുന്ന വീട്ടിലുണ്ടാവുകയില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇനിയും അത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ സഹോദരിക്ക് വന്നു കഴിഞ്ഞാൽ ഇനി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമായിരിക്കുമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ
മലയാളികൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത, ഏറ്റവും കൂടുതൽ കണ്ട, ഒരുപാട് പേർ വിവരങ്ങൾ അന്വേഷിച്ച ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ മുറയ്ക്ക് ഞാൻ വിവരം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും രാത്രി 8 മണിയോട് കൂടി ഞാൻ പറഞ്ഞതുപോലെ വളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ടാണ് ഇവരെ പോലീസ് പൊക്കിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ജൂലൈ 16-ാം തീയതിയായിരുന്നു ഇവരുടെ മിസ്സിംഗ് കേസ്. ജൂലൈ 16-ന് ശേഷം ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ അവർ ബാലുശ്ശേരി പോലീസിനെ അറിയിച്ചിരുന്നു. അതിനുശേഷം 21-22-ാം തീയതിയാണ് ജയ്സൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ 7 വയസ്സുള്ള മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയെയും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സിംഗ് കേസുമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഈ വാർത്ത എല്ലാവരും ഷെയർ ചെയ്യണം, എനിക്കവരെ കണ്ടെത്തി തരണം, എൻ്റെ മകനെ വിട്ടുകിട്ടണം എന്നെല്ലാം പറഞ്ഞിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിന് അറിയാം പോയത് ഈ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയാണ് എന്നെല്ലാം അദ്ദേഹത്തിന് അറിയാം. കാരണം ആ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന മൊബൈൽ ഷോപ്പ് വർക്കുകാരനായ ഒരു മനുഷ്യനാണ് ഇദ്ദേഹവുമായിട്ട് പ്രേമത്തിലായിട്ട് 2 വർഷത്തിലപ്പുറമായി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ആത്യന്തികമായിട്ട് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം നമുക്കില്ലാത്തത് കൊണ്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാം. ഏതായാലും നാളത്തോടു കൂടി ഈ പ്രശ്നത്തിനൊരു ക്ലൈമാക്സ് വരാൻ വേണ്ടി പോവുകയാണ്. ഇനി സഹോദരിയെ വീട്ടിൽ നിന്ന് 10-15 പവൻ സ്വർണവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം എടുത്തിട്ടാണ് പോയത് എന്നുള്ള ആരോപണവും അദ്ദേഹം പറഞ്ഞിരുന്നു. എത്രമാത്രം അതിൽ സത്യാവസ്ഥയുണ്ട് എന്നൊക്കെ നമുക്ക് 100% നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഏതായാലും നമുക്ക് ജയ്സലിൻ്റെ വാക്ക് മാത്രമേ ഇപ്പോൾ കേട്ടിട്ടുള്ളൂ. നാളത്തോടു കൂടി ഇനി ഏതായാലും ഷഹല ഷെറിൻ എന്ന് പറയുന്ന ഈ ഒളിച്ചോടിപ്പോയ ഇവരുടെ ഇപ്പോൾ മുഹമ്മദ് റാഫിയുടെ കാമുകിയുടെ കാര്യങ്ങൾ കൂടി നാളെ പുറത്തു വരും. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ മോൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം. അവനെ വിട്ടുകിട്ടണം എന്നുള്ള ഏക ആവശ്യമാണ് ഇപ്പോൾ ജയ്സൽ ഉന്നയിച്ചിട്ടുള്ളത്. അവർക്ക് ഭാര്യയെ വേണ്ട, അവർ പോയിക്കോട്ടെ, അവർ ഇഷ്ടംപോലെ ജീവിച്ചോട്ടെ, അതിനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ പിറന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ മുകളിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള അവകാശം കൂടി കോടതി നാളെ പരിഗണിക്കുമോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം കോടതിയിൽ ഇത്തരത്തിൽപ്പെട്ട കേസുകളെല്ലാം വരുന്ന സമയത്ത് നമ്മൾ 100% കണ്ടതാണ്, കോടതികൾ ഉമ്മമാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ കൂടെയാണ് നിൽക്കുക, സ്ത്രീകളുടെ കൂടെ നിൽക്കണ്ട എന്നല്ല, അവരുടെ അതേപോലെ തന്നെയുള്ള അവകാശവും അതുപോലെ തന്നെ അധികാരവും എല്ലാം ഈ മകൻ്റെ മുകളിൽ ഉപ്പയ്ക്കും അല്ലെങ്കിൽ അച്ഛനുമുണ്ട് എന്നുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മൾ കോടതി നിരാകരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ജയ്സലിൻ്റെ ഈ കാര്യത്തിൽ അദ്ദേഹം മറ്റ് കല്യാണങ്ങളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അതുപോലെ ഇതിൻ്റെ മുന്നേ മറ്റ് പ്രശ്നങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു പരാതി പോലും ഈ സഹോദരി നിയമ സംവിധാനത്തിൻ്റെ മുന്നിൽ ഇതുവരെ കൊണ്ടുപോവുകയും ചെയ്തിട്ടില്ല. ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് കോടതി എന്ത് തീരുമാനിക്കുമോ എന്ന് നമുക്ക് നാളത്തെ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഏതായാലും ജയ്സൽ എന്ന് പറയുന്ന പ്രവാസി, അദ്ദേഹം ഒരു സൗദിയിലാണ് അദ്ദേഹം ഇതുവരെ വർക്ക് ചെയ്തത്. അദ്ദേഹം വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കടങ്ങളും എല്ലാം വന്ന സമയത്ത് നിവൃത്തികേട് കൊണ്ടാണ് അദ്ദേഹം ഈ സൗദിയിലേക്ക് കയറി വന്നത്. ഈ മലരാണ്യത്തിൽ പണിയെടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ വീടിൻ്റെ കടം വീട്ടാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് വീട്ടിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കേണ്ടതായിട്ട് വന്നത്. അങ്ങനെയാണ് 2 വർഷം പിന്നിട്ട് പോയത്. ആ സമയത്ത് ഈ മാസം 21-ാം തീയതി ഞാൻ വരുന്നു എന്ന് ഭാര്യയെ അറിയിച്ച സമയത്താണ് ഭാര്യ ഒന്നും നോക്കിയില്ല, കിട്ടിയ സാധനങ്ങളെല്ലാം കൂട്ടിപ്പെറുക്കിക്കൊണ്ടിട്ട് അവരുടെ കാമുകനായ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന 3 മക്കളുള്ള ബാലുശ്ശേരി തന്നെ കട ചെയ്യുന്ന മൊബൈൽ ഷോപ്പുകാരൻ്റെ ഒപ്പം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. നമുക്ക് നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ പിക്ചറും കാര്യങ്ങളും എല്ലാം പുറത്തു വരും. ആ സമയത്ത് നമുക്ക് വീഡിയോയുമായി കാണാം. ഏതായാലും ഈ ഒരു വാർത്ത കിട്ടിയ മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്ന വിശ്വസനീയമായ വാർത്ത തന്നെയാണ്. ഏതായാലും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളത്തോടു കൂടി ഈ ഒരു കാര്യത്തിന് തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാർത്ത നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.